ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നിയമസഭാ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ പത്രസമ്മേളനത്തിലൂടെ പുറത്തുവരികയുണ്ടായി. അത് വളരെ നിർഭാഗ്യകരവും ഖേദകരവുമാണ്. ഏതായാലും ആ സാഹചര്യത്തിൽ അദ്ദേഹം വിമർശനമായി ഉന്നയിച്ച വസ്തുതകൾ, അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് മാധ്യമങ്ങളെ കാണാൻ നിശ്ചയിച്ചത്. വസ്തുതാപരമായിട്ട് അതൊന്നും ശരിയല്ല. നിയമസഭാ സെക്രട്ടേറിയറ്റോ സ്പീക്കറോ മറ്റേതെങ്കിലും ഭരണഘടനാ പദവികളോ വിമർശനത്തിന് വിധേയമാകാൻ പാടില്ലാത്ത വിശുദ്ധ പശുക്കളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സമൂഹത്തിൻ്റെയും വ്യത്യസ്ത തരത്തിലുള്ള സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ക്രൂട്ടിനിക്കും വിമർശനത്തിനും സ്പീക്കറും നിയമസഭയും വിധേയമാകുന്നതിൽ ഒരസഹിഷ്ണുതയും ഞാൻ കാണുന്നില്ല, ഒരു തെറ്റും കാണുന്നില്ല. പക്ഷേ വസ്തുതകൾക്ക് നിരക്കാത്ത ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ കടന്നാക്രമിക്കാൻ മുതിരുന്ന രീതി ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നത് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. കേരള നിയമസഭയെ രാജ്യത്തെ ഏറ്റവും മികച്ച നിയമസഭയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കായിരുന്നു കഴിഞ്ഞ 4 വർഷക്കാലം നേതൃത്വം കൊടുത്തത്. അത് രാജ്യത്തെ പൊതുവായിട്ട് മറ്റ് നിയമസഭകൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരള നിയമസഭയ്ക്കും അതിൻ്റെ സ്പീക്കർക്കും ഒന്നിലേറെ തവണ ദേശീയ അംഗീകാരങ്ങൾ ലഭിക്കുകയുമുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഗുജറാത്തിലെ കവേഡിയിൽ ചേർന്ന സ്പീക്കർമാരുടെ ദേശീയ സമ്മേളനം കേരള നിയമസഭ നടപ്പിലാക്കിയ ചില പദ്ധതികൾ ഏകകണ്ഠേന അംഗീകരിച്ചത് രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. കേരളത്തിന് തന്നെ അഭിമാനകരമായ തീരുമാനമാണ് അവിടെ ഉണ്ടായത്. അവിടുത്തെ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ തയ്യാറാക്കാനുള്ള സമിതി രൂപീകരിച്ചപ്പോൾ രാഷ്ട്രീയമായ മാനദണ്ഡങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് 3 സ്പീക്കർമാരെ ചുമതലപ്പെടുത്തി. അതിലൊരു സ്പീക്കർ കേരള നിയമസഭാ സ്പീക്കറായിരുന്നു. അപ്പോൾ കേരള നിയമസഭ എടുക്കുന്ന സമീപനങ്ങളോട് മതിപ്പോടെയും ബഹുമാനത്തോടെയുമാണ് രാജ്യത്തെ പൊതു ജനാധിപത്യ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കാണുന്നത്. ഇവിടെ മികച്ച നിയമസഭയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെക്കുറിച്ച് കൂടി ജനങ്ങൾ അറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ നിയമസഭ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ നിയമസഭാ സമിതികളെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ പരിശീലന പരിപാടികൾ ആരംഭിച്ചു. നിയമസഭാ സമിതികൾ എന്ന് പറയുന്നത് നിയമസഭയുടെ തന്നെ പരിച്ഛേദങ്ങളായതുകൊണ്ട് അതിൻ്റെ അധികാരത്തെയും ചുമതലകളെയും കുറിച്ചുള്ള ബോധ്യം കൂടുതൽ ശക്തിപ്പെടുത്താനും ആ ചുമതലകളിലേക്ക് അവരെ എത്തിക്കാനും വേണ്ടി ശ്രമം ആരംഭിച്ചു. നിയമസഭാ സമിതികൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കി അട്ടത്ത് വയ്ക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അത് ചർച്ച ചെയ്യാനുള്ള നേതൃത്വപരമായ പങ്ക് ഉണ്ടായി. നമ്മുടെ നിയമസഭകൾ പാർലമെൻറ്റുകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതിനെ സംബന്ധിച്ചൊരു റിവ്യൂ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. പല നിയമങ്ങൾക്കും ചട്ടങ്ങളുണ്ടാകുന്നില്ല. നിയമസഭ നിയമം പാസ്സാക്കിയാലും ചട്ടങ്ങളില്ലാതെ ദുർബലമായി കിടക്കുന്ന ഒരുതരം ഷണ്ഡീകരിക്കപ്പെട്ട നിയമങ്ങൾക്ക് ജീവൻ വെപ്പിക്കുന്നതിന് വേണ്ടി ചട്ടങ്ങൾ നിർബന്ധമായും പ്രസിദ്ധീകരിക്കണമെന്ന് ശക്തമായ റൂളിംഗ് നൽകി അത് അപ്ഡേറ്റ് ചെയ്യും. ഇന്ന് ഒരു നിയമത്തിനും ചട്ടമില്ലാതെ കേരളത്തിൽ കാത്തുകെട്ടി കിടക്കുന്നുണ്ട്. മറ്റൊന്ന്, 57 ശേഷം നമ്മൾ പാസ്സാക്കിയ നിയമങ്ങൾ, ആ നിയമങ്ങളുടെ ആഘാതങ്ങൾ എന്തായിരുന്നു, അനുഭവങ്ങൾ എന്തായിരുന്നു, വെല്ലുവിളികൾ എന്തായിരുന്നു എന്നത് പരിശോധിക്കാൻ ഒരു ഇമ്പാക്റ്റ് സ്റ്റഡിക്ക് നമ്മൾ നേതൃത്വം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് 18 ഗ്രന്ഥങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചു. കേരള നിയമസഭ പാസ്സാക്കിയ കാർഷിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ സാധ്യതകളെയും വെല്ലുവിളികളെയും കുറവുകളെയും പരിമിതികളെയും എല്ലാം
സൂക്ഷ്മമായി പരീക്ഷിച്ച് റിപ്പോർട്ടാക്കി മാറ്റിയ 18 ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അസറ്റാണ് നമ്മുടെ CPST, സെൻറ്റർ ഫോർ പാർലമെൻറ്റ് സ്റ്റഡീസ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ. അതിനെ ഏറ്റവും ചടുലമാക്കി മാറ്റി രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പാർലമെൻറ്റ് സ്റ്റഡീസ് നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടത് മാറി. അത് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ മാത്രമല്ല നടത്തുന്നത്, പലതരത്തിലുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി എന്നൊരു നവീനമായ പരിപാടിക്ക് നമ്മൾ ആസൂത്രണം ചെയ്തു. ഇറ്റ് വാസ് നോട്ട് ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി, ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി. അതായത് ജനാധിപത്യത്തിൻ്റെ വികസന സാധ്യതകൾ പുതിയ കാലത്ത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക, അതിനെങ്ങനെയാണ് റീവാമ്പ് ചെയ്യുക, അതിനെങ്ങനെയാണ് റീഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെയുള്ള ഇൻവോൾവ്മെൻറ്റും ഇൻട്രാക്റ്റീവ് പാർലമെൻ്ററി പ്രവർത്തനങ്ങളും കൂടുതൽ ഊർജിതപ്പെടുത്തുക എന്നതിനെക്കുറിച്ചെല്ലാമുള്ള വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ആരംഭിച്ചതാണ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി. അത് ഉദ്ഘാടനം ചെയ്ത രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാണ്. ആദ്യത്തെ സമ്മേളനം ചേർന്നത് ഇന്ത്യയിലെ ദളിത് ഇഷ്യൂസിനെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണങ്ങളുടെ അനുഭവങ്ങളെ വെച്ചുള്ള ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 54 MLA-മാർ പങ്കെടുത്തു. കേരളത്തിൽ അങ്ങോളമുള്ള പട്ടികജാതി പട്ടികവർഗ ജനപ്രതിനിധികളായിട്ട് 2000 ആളുകൾ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ നടന്ന സെഷനുകളുടെ ചർച്ചകളിലൂടെ പരസ്പരം നിയമനിർമ്മാണത്തിൻ്റെയും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ്റെയും വ്യത്യാസം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും അഭിപ്രായം ഒന്നായിരുന്നു. എന്താണ് ഫെസ്റ്റിവൽ ഡെമോക്രസി നടത്തിയിട്ട് നേട്ടമുണ്ടായതെന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് ആദ്യ സമ്മേളനം ഒരു ട്രിവാൻഡ്രം ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ദളിത് ആദിവാസി മേഖലകളിലുള്ള നിയമനിർമ്മാണത്തിൻ്റെ പരിമിതികളെയും ശക്തികളെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ട്രിവാൻഡ്രം ഡിക്ലറേഷൻ എല്ലാ നിയമസഭകളിലേക്കും നമ്മൾ അയച്ചു കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് 9 നിയമസഭകളിൽ നിന്ന് കേരള നിയമസഭാ സ്പീക്കർക്ക് പ്രത്യേക ക്ഷണം ലഭിക്കുകയുണ്ടായി. ഇത് പലരും നമുക്ക് പോകാൻ സാധിച്ചില്ല. രണ്ടാമത്തെ സെഷനായിരുന്നു നാഷണൽ സ്റ്റുഡൻറ് പാർലമെൻറ്റ്. ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസുകളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാൻ തയ്യാറുള്ള കുട്ടികളുടെ ഒരു ദേശീയ സമ്മേളനമായിരുന്നു. അതും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. അതൊരു നാടകമായിരുന്നില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങൾ വെച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിവിധ പാർട്ടികളിൽ നിന്നും പങ്കെടുക്കുന്ന ഒരു ബൃഹത്തായ സമ്മേളനമാണ്. ഓരോ സെഷനുകളിലും പാനലുള്ളവർ ചർച്ചയ്ക്ക് ശേഷം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചയുടെ അവസാനത്തിൽ ഒരു റെസൊല്യൂഷൻ വോട്ടെടുപ്പിലൂടെയാണ് പാസ്സാക്കിയത്. വിഘ്നേഷ് ബിനാനി തൊട്ട് ഗുജറാത്തിലെ MLA ആയിട്ട് അദ്ദേഹം തൊട്ട് നമ്മുടെ ദേശീയ നേതൃത്വത്തിലുള്ള നിരവധി യുവജന വിദ്യാർത്ഥി പ്രവർത്തകന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, സ്വാമി അഗ്നിവേശ്, അങ്ങനെ പല ആളുകളും സമ്മേളനത്തെ സമ്പുഷ്ടമാക്കി. അതിൻ്റെ ഒരു വിശദമായ ജോലി തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുക. സിംഫണി ഫോർ ഹാർമണി ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയായിരുന്നു. ഹാർമണിക്ക് വേണ്ടിയുള്ളൊരു സിംഫണി, വിവിധ സംഗീതജ്ഞരും കലാകാരന്മാരും എല്ലാം പങ്കെടുക്കുന്ന വിശാലം ഓഡിറ്റോറിയത്തിലാണ് എൻ്റെ ഭാഗമായിട്ട് നടന്നത്. അത് കേരളം രാജ്യത്തിന് മുൻപേ കാണിച്ചു കൊടുത്ത ഏറ്റവും ശക്തമായ ഡെമോക്രസിയുടെ എക്സിബിഷൻ. ഈ ജനാധിപത്യ സഭകൾ മൃതപ്രായമായതും ജൈവാംശമില്ലാത്തതുമായ നിലയിൽ എല്ലാ കാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള ധാരണയ്ക്ക് തകിടം മറിച്ചുകൊണ്ടാണ് സംഘടിപ്പിച്ചത്. മറ്റൊന്ന് ഭേദഗതികൾ. നമുക്ക് ഭേദഗതികൾ ഒരു ബില്ല് പാസ്സാക്കണം. ഇന്ന് നിങ്ങൾക്ക് ഭേദഗതി സമർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ MLA പോയി കൺവിൻസ് ചെയ്താൽ MLA എഴുതി കൊടുത്താൽ മാത്രമേ ഭേദഗതിയായിട്ട് സഭയിലേക്ക് വരും. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള നിയമസഭ അമെൻമെൻറ്റുകൾ സമർപ്പിക്കാൻ ഒരു പോർട്ടലുണ്ട്. സ്പീക്കറുടെ ഓഫീസിൽ ലഭ്യമാകുന്ന ഈ പോർട്ടലിലൂടെ ലഭ്യമാകുന്ന എല്ലാ ഭേദഗതികളും മന്ത്രിമാർക്ക് എഴുതുന്നു. അതായത് നിയമനിർമ്മാണ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ നടപടിയായിരുന്നു. നമ്മുടെ നിയമസഭയുടെ പ്രവർത്തനങ്ങളെയും സാമാജിക പ്രവർത്തനങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറിവോരം എന്ന് പറയുന്നത് ഒരു വെബ് മാഗസിനും പ്രിൻ്റഡ് മാഗസിനും നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. ഈ വിധാൻസഭ
ഒരു വർഷം ശരാശരി 30 മുതൽ 45 കോടി രൂപ വരെയാണ് പ്രിൻറ്റിങ്ങിനായിട്ട് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ പ്രിൻ്റ് ചെയ്യുന്ന സംഗതികൾ തുറന്നു നോക്കേണ്ട ആളുകളാണ് തുറന്നു നോക്കാറ്. 200ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രിൻ്റ് ചെയ്ത് വരും. അതൊക്കെ വായിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നറിയില്ല. ബഡ്ജറ്റ് 2 വലിയ വോള്യങ്ങളാണ്. അപ്പോൾ അനാവശ്യമായ ഈ കടലാസ് പ്രക്രിയ ഉണ്ടാക്കുന്ന പണം ചിലവ് കുറയ്ക്കാനുള്ള ഒരു ആലോചന നിന്നാണ് ഈ വിധാനസഭ ആരംഭിച്ചത്. ഈ വിധാനസഭ ആരംഭിച്ചപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ചെറിയ പരീക്ഷണം നടത്തി ഹിമാചൽ നിയമസഭയിൽ നമ്മൾ സന്ദർശനം നടത്തി. അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട്, പക്ഷെ അവരൊരു ചെറിയ സഭയാണ്, നമുക്ക് അത്രയധികം നിയമസഭാ സമിതിയിൽ ഇത്രയധികം ആക്ടിവിറ്റീസ് ഇല്ല. നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി അപേക്ഷ നൽകുന്നത്. അവർ സർക്കാർ തയ്യാറാക്കിയ TSP സ്ഥാപനം എന്നതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥാപനമാണ്. അതുകൊണ്ട് അവരുടെ അപേക്ഷയ്ക്കനുസരിച്ച് അവരൊരു DPR തയ്യാറാക്കാൻ ആവശ്യമുണ്ട്. ഈ DPR തയ്യാറാക്കിയതിനു ശേഷം ഇതൊന്നും ഏകപക്ഷീയമായിട്ട് സ്പീക്കർ ഒരു തീരുമാനമെടുക്കുന്ന റെഫർ ചെയ്യുവാനില്ല. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. നിയമസഭയിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും നിയമസഭാ സമിതികളുടെ നേതൃത്വമുണ്ട്. ഒന്ന്, ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി, നിയമസഭാ സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇതിൻ്റെ ആദ്യ ചർച്ച നടത്തിയത്. രണ്ടാമത്തെ ടെക്നിക്കൽ കമ്മിറ്റി. ഈ തയ്യാറാക്കിയ DPR പരിശോധിച്ച് അംഗീകാരം നൽകാൻ വേണ്ടി കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി. ആ ടെക്നിക്കൽ കമ്മിറ്റിക്ക് ശേഷം നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം, PWDയുടെയും ഇലക്ട്രിക്കലിൻ്റെയും ഒക്കെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉൾപ്പെടുന്ന ഒരു ടെക്നിക്കൽ വെരിഫിക്കേഷൻ കമ്മിറ്റി. ഈ 3 കമ്മിറ്റികളുടെയും വെരിഫിക്കേഷൻ ശേഷം ആണ് ഈ വിധാനസഭ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സന്ദർഭങ്ങളിലും ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ സൂക്ഷ്മമായ സ്ക്രൂട്ടിനിക്കും നിരീക്ഷണത്തിനും വിധേയമായിട്ടാണ് ഈ വിധാനസഭ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിധാനസഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതതല സമിതി രൂപീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു സംയുക്ത സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുള്ള 9 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമിതി നമ്മൾ രൂപീകരിച്ച ഉത്തരവാദിയാണ്. ഒരു സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ K. രാജൻ, ഗവർണർ, ചീഫ് വിപ്പ് ജെയിംസ് മാത്യു, KN ഖാദർ, A. പ്രദീപ് കുമാർ, K. ശബരിനാഥൻ, ശ്രീ ഷാഫി പറമ്പിൽ, M. ശരത്. ഈ പേരുകളൊന്നും സ്പീക്കർ ഏകപക്ഷീയമായിട്ട് തിരഞ്ഞെടുത്താൽ പ്രതിപക്ഷത്തു നിന്ന് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേര് ചോദിച്ച് ആ പേര് അവർ നന്നതിന് ശേഷം ഉൾപ്പെടുത്തിയ പേരുകൾ. ആ ഒരു സമിതി നേതൃത്വത്തിലാണ് ഈ വിധാനസഭ. എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് മനസ്സിലാവുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾക്കും വിശദാംശങ്ങൾക്കും വിശകലനങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഈ സമിതിയിലെ അംഗങ്ങൾ മുഖേന തന്നെ പ്രതിപക്ഷത്തിന് എല്ലാ ഡീറ്റെയിൽസും പരിശോധിക്കാവുന്നതാണ്. അത് ലഭ്യമാക്കുന്ന ഒരു തടസ്സവുമില്ല. അതൊന്നും ഒരു ഒളിവ് മറയുള്ള കാര്യങ്ങളല്ല. പിന്നെ അതിൻ്റെ മൊബിലൈസേഷൻ അഡ്വാൻസുമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാധാരണയായിട്ട് NIC പോലുള്ള സ്ഥാപനങ്ങൾക്ക് മൊബിലൈസേഷൻ അഡ്വാൻസ് 100% മുൻകൂറായി നൽകാനുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. IT അധിഷ്ഠിത പ്രവൃത്തികൾക്ക് മൊബിലൈസേഷൻ അഡ്വാൻസ് സംബന്ധിച്ച് നിയതമായ വ്യവസ്ഥകളൊന്നും ITB വകുപ്പിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സ്റ്റോർ പർച്ചേസ് മാനുവലിലെ ഖണ്ഡിക 12.16 ടേൺ കീ കോൺട്രാക്റ്റുകൾക്ക് 30% വരെ തുക മുൻകൂറായി നൽകാമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതിനാലാണ് ULCസുമായുള്ള കരാറിൽ ഈ വ്യവസ്ഥ ചെയ്തത്. അതും ഈ പറയുന്ന സമിതികളെല്ലാം സ്കൂട്ടി നടത്തിയതിനു ശേഷം തീരുമാനിച്ചിട്ടുള്ള ഒരു തീരുമാനം. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചും ഏതോ പുകമറയുടെ അടിസ്ഥാനത്തിലോ കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് ശ്രദ്ധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലോ ഉണ്ടാകുന്ന ഒരു വിമർശനമാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഈ വിധാനസഭ നടപ്പിലാക്കുന്നതോടുകൂടി ഒരു വർഷം 40 കോടി രൂപ ലാഭമാകാനും ഏറ്റവും നല്ല നിലയിൽ നിയമസഭാ പ്രവർത്തനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയും. ജനുവരിയിൽ ചേരാൻ പോകുന്ന സമ്മേളനത്തിൽ നമ്മുടെ ഇൻഹൗസ്
ഏറെക്കുറെ പൂർണ്ണമായിട്ടും ആ നിലയിൽ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അക്കാര്യത്തിലും അവ്യക്തതയിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. മറ്റൊരു കാര്യം, നിയമസഭയുടെ ലോഞ്ച് ശങ്കരനാരായണ തമ്പി ലോഞ്ച് അത് പുതുക്കിപ്പണിത്. പണിതത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അഭിമാനകരമായ ഒരു ഹാൾ എന്നുള്ള നിലയിലാണ്. അതൊരു അസറ്റാണ്. ലോകത്താകമാനമുള്ള മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് ലോക കേരള സഭ. അത് നിയമസഭയുടെ മാത്രം ഒരു ആക്ടിവിറ്റിയാണ്. നിയമസഭയുടെ അധ്യക്ഷൻ അതിൻ്റെ അധ്യക്ഷനാകണമെന്ന് സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അധ്യക്ഷ പദവിയിൽ ഇരിക്കാറുണ്ട്. സർക്കാരിന് മുൻകൈയുണ്ട്. സർക്കാർ കാണുന്നത് ലോക കേരള സഭയുടെ ചേരുന്ന സമ്മേളന ഹാളാണ്. ലോക കേരള സഭയുടെ അന്തസ്സിനും അതിൻ്റെ പ്രതീക്ഷയ്ക്കും അതിൻ്റെ വളർച്ചയ്ക്കുമെല്ലാം ആനുപാതികമായിട്ട് തന്നെ നന്നായിരിക്കണമെന്നാണ്. അതോടൊപ്പം അത് മറ്റ് പരിപാടികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. നിയമസഭയുടെ ഭാഗമായുള്ള പരിപാടികൾക്ക് മാത്രമല്ല. നമ്മളതിപ്പോൾ ഈ കൊറോണയുടെ പശ്ചാത്തലം നമുക്ക് വേണ്ട ആലോചിക്കാൻ കഴിയുന്നില്ല. നമുക്ക് നല്ല നിലയിൽ പുറമേക്കും അത് ഉപയോഗിക്കുന്നത് നമ്മൾ ചാരേക്കാം. അവിടെ കയറാൻ പറ്റാത്ത സ്ഥലമൊന്നുമില്ല. അതും ആലോചിക്കാനുണ്ട്. ആ സഭ ഹാളിൽ കയറിയ പരിപാടിക്ക് വന്നിട്ടില്ല എല്ലാവരും അതിനെ പുകഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നിയമസഭാംഗങ്ങൾ എല്ലാവരും രഹസ്യമായിട്ടും പരസ്യമായിട്ടും അത് നന്നായി എന്ന അഭിപ്രായമാണ് പങ്കുവച്ചിട്ടുള്ളത്. അതും കൂത്തിൻ്റെ പര്യായമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വീണ്ടും അവ്യക്തത ഉണ്ടാകുന്നതോടെ എന്ന് പറയാൻ ശ്രമിക്കും. ഒന്നാമത്തെ ലോക കേരള സഭയുടെ ഭാഗമായിട്ട് ലോഞ്ചിൽ നടന്നിട്ടുള്ള പ്രവൃത്തികൾ നിയമസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലല്ല നടന്നു. നിയമസഭാ സെക്രട്ടറി എന്നതിന് അനുവാദം ചോദിക്കുക. ആ സമ്മേളനം നടന്നതിനെ സംബന്ധിച്ച് നോർക്കയുടെ നേതൃത്വത്തിൽ ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ അനുവാദം ചോദിച്ചു. അനുവാദം കൊടുത്തു. അവിടേക്ക് ആവശ്യമായ കസേരകൾ നമ്മുടേതാണ്. അത് നമ്മൾ വാങ്ങിച്ചു. ആ കസേരകൾ വീണ്ടും അത് പുതുക്കിയപ്പോൾ നമ്മളത് ഉപയോഗിക്കുകയും ചെയ്തു. മറ്റ് പ്രവൃത്തികൾ ഈ നോർക്കയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. അത് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു. ആ സമ്മേളനം നടത്തുന്നത് എങ്ങനെയാണെന്നത് അവരുടെ തീരുമാനത്തിലാണ് നന്നായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മെമ്പേഴ്സ് ലോഞ്ചിൻ്റെ സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ തുടങ്ങിയ എല്ലാ ജോലികൾക്കുമായിട്ട് ഇത് നന്നായി പുതുക്കി പണിയും. ഒരു അന്താരാഷ്ട്ര നിലവാരം കൊണ്ട് കൺവെൻഷൻ സെൻ്റർ പോലെ ആക്കുന്നതിന് വേണ്ടി നമ്മൾ 16,65,00,000 രൂപയ്ക്കാണ് ഭരണാനുമതി നൽകിയത്. ഭരണാനുമതി നൽകുക എന്ന് പറഞ്ഞാൽ അത് പിറ്റേ ദിവസം മുതൽ രാവിലെ മുതൽ ചെലവഴിക്കാനുള്ള ഈ ഭരണാനുമതിയുടെ ഭാഗമായി വന്നിട്ടുള്ള ചെലവുകൾ ആവശ്യമുള്ളതാണോ, അത് ശരിയാണോ, അതിൻ്റെ സ്ക്രൂട്ടിനി നടത്താൻ ബന്ധപ്പെട്ട ടെക്നിക്കൽ കമ്മിറ്റികളെ ചുമതലപ്പെടുത്തി ആ കമ്മിറ്റികളുടെ എഞ്ചിനീയർമാരുടെ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച് അവരുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമായി TS കൊടുത്തിട്ടാണ് ചെയ്യാൻ പറ്റുക. TSൻ്റെ തുക എന്ന് പറയുന്നത് 10,99,53,300 രൂപ. കാരണം ഓരോ സിംഗിൾ ഐറ്റത്തെയും പരിശോധിച്ച് നമ്മുടെ 3 CEമാരും ഉൾപ്പെടുന്ന സമിതിയുടെ പരിശോധനയിലാണ് ഈ TS കൊടുത്തത്. പണി പൂർത്തീകരിച്ചപ്പോൾ 9,17,00,000 പണി പൂർത്തീകരിച്ചത്. ഇത് വീണ്ടും 16 കോടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് മുന്നിൽ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും തന്നെയാണ് കേരള നിയമസഭ സമീപിക്കുന്നത്. അത് ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലയിലുള്ള വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അവർ ഡൈവേഴ്സിഫിക്കേഷൻ ഭാഗമായിട്ട് സൈബർ ലോകത്തേക്ക് പോകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. കോഴിക്കോട് കൊയിലാണ്ടി ബൈപ്പാസ് നിർമ്മിക്കാൻ അവർക്കാണ് ചുമതലയേൽപ്പിച്ചത്. അവരോട് 3 കൊല്ലം കൊണ്ട് ചുമതല പൂർത്തീകരിക്കാൻ പറഞ്ഞു. 2 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് അവർ അങ്ങോട്ട് പറഞ്ഞു. ഒടുവിൽ 18 മാസം കൊണ്ട് പൂർത്തീകരിച്ചു. ഇത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുഭവമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലെ പല വിഖ്യാതമായ പ്രവർത്തികൾ അവരാണ് ചെയ്യുന്നത്. അവരുടെ സത്യസന്ധതയും ജോലിയിലുള്ള സൂക്ഷ്മതയും
കേരളവും ഇന്ത്യയും ലോകവും ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ്. പണം അധികമായി കിട്ടിയാൽ അത് തിരിച്ചടയ്ക്കുന്ന രീതിയുള്ള ഒരു പക്ഷേ ലോകത്തെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. 18 കോടി രൂപയാണ് ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ബാക്കി നമുക്ക് തിരിച്ചടച്ചത്. ഇതൊന്നും കാണാതെ നമുക്കൊരു നിലപാട് സ്വീകരിക്കുന്ന ശരിയായിട്ടുള്ള രീതിയായിരിക്കും. അതുകൊണ്ട് ഈ ട്രാക്ക് റെക്കോർഡുകളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് ഈ ജോലി ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചത്. നിശ്ചിത സമയത്തിനകത്ത് അത് പൂർത്തീകരിക്കണമെന്നതുകൊണ്ടാണ് അവരെങ്കിലും അത് നിശ്ചിത സമയത്ത് തന്നെ പൂർത്തീകരിച്ചു. അത് 9 കോടി രൂപയ്ക്കാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിലും നിയമസഭാ സമിതി അതിന് മേൽനോട്ടമുണ്ട്. അതിന് വേണ്ട പരിശോധന നടത്താറുണ്ട്. പിന്നെ EMS സ്മൃതിയുടെ പേരിൽ 85 ലക്ഷം രൂപ ചെലവഴിച്ചു. അങ്ങനെ 1 രൂപ പോലും ചെലവഴിച്ചില്ല. അങ്ങനെ ഒരു ചിലവേ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. ഒരു എസ്റ്റിമേറ്റ് അമൗണ്ട് വന്നു, അത് അംഗീകരിച്ചു കൊടുത്തു, ഒരു ഭരണാനുമതി കൊടുത്തു. പക്ഷെ അത് പ്രവർത്തനം നടത്തിയിട്ടില്ല. ടെൻഡർ വിളിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ULCCന് ഈ മൊബൈലൈസേഷൻ അഡ്വാൻസ് കാര്യം പറയുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ 6 കോടി രൂപയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. നല്ലത് വഴി ഇതെല്ലാമാണ്. പിന്നെ സഭാ ടി വി എന്ന് പറയുന്നത് നവീനമായ സംരംഭമാണ്. അതും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മോട് ചോദിക്കുക, നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവരും പറയും നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ നിന്ന് ടൈം ഷോട്ട് എടുത്തുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങളെയും സഭയ്ക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങളെയും ചർച്ച ചെയ്യുന്ന ഒരു ശ്രദ്ധേയമായൊരു മാധ്യമമായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ശ്രമിച്ചത്. ദൂരത്തായിരുന്നു ഉദ്ദേശമെങ്കിൽ സ്വന്തമായിട്ട് TV ആരംഭിക്കാൻ ഒരു കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാം, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കേരള നിയമസഭയുടെ ആക്ടിവിറ്റീസ് കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം, ജനങ്ങളും സഭയുമായുള്ളൊരു ബന്ധം ശക്തിപ്പെടണം, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതും ശ്രദ്ധേയമായൊരു മുൻകൈയാണ്. അതിനാരെയും സ്ഥിരമായിട്ട് നിയമിച്ചിട്ടില്ല. ഒരു പ്രസിദ്ധനായ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ ചീഫ് കൺസൾട്ടൻ്റായി വെച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് താൽക്കാലികമായിട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിര നിയമനം ഉണ്ടായിട്ടില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിഥി മന്ദിരത്തെക്കുറിച്ച് പറഞ്ഞു. അതിഥി മന്ദിരത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ഇരിക്കുന്ന ഒരു സർവകക്ഷി യോഗത്തിലാണ് ആലോചിച്ചത്. അദ്ദേഹം വേഗം പിന്തുണച്ചു. ഡോക്ടർ മുനീർ പെട്ടെന്ന് പിന്തുണച്ചു, നമുക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കോവിഡിൻ്റെ പശ്ചാത്തലം വന്നപ്പോൾ ചെലവൊരുക്കുന്ന സാഹചര്യം വന്നപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ അവ്യക്തമായ കാരണം വെച്ചുകൊണ്ട് വസ്തുതാപരമല്ലാത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നിർഭാഗ്യകരമാണ്. അത് തെറ്റിദ്ധാരണയാണ്. അത് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട നിയമസഭാ സമിതി അംഗങ്ങളെ കൊണ്ട് ആവശ്യമായ പരിശോധനയ്ക്ക് അദ്ദേഹത്തിന് തന്നെ നേതൃത്വം കൊടുക്കാവുന്നതാണ്. എല്ലാ സമിതികളിലും പ്രതിപക്ഷത്തിന് അംഗങ്ങളുണ്ട്. ഒരു കാര്യം, ഒരു രേഖയും പൊളിച്ചു വയ്ക്കാൻ സെക്രട്ടേറിയറ്റ് ഉദ്ദേശിക്കുന്നു. പതിനാറ് 9 കോടി 9 കോടി ഇല്ല. നിരവധി പരിപാടികളോട് നടക്കുന്നുണ്ട്. സഭയുമായി ബന്ധപ്പെട്ട പരിപാടി, ഇപ്പം സഭാ TVയുടെ പലതരത്തിലുള്ള ഇൻ്റർവ്യൂകൾ, ഇപ്പം ഇത് കോവിഡിൻ്റെ കാലമായതുകൊണ്ട് വലിയ സമ്മേളനം ചേരാൻ പറ്റുന്നത് എല്ലാ സമ്മേളനങ്ങൾക്കും അത് ഉപയോഗിക്കുന്നുണ്ട്. സഭയുടെ ഭാഗമായി നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ നമുക്ക് പുറമേക്ക് കൊടുക്കാം. അത് ഒരു തത്വത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, ഈ സാങ്കേതിക കാര്യങ്ങൾക്ക് ടെൻഡർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ടെൻഡർ വിളിച്ചിട്ടായിരിക്കില്ലല്ലോ അവരെ ഓർഗനൈസ്. ഞാനങ്ങനെ പറഞ്ഞു, അങ്ങനെ ആയിരിക്കരുതെന്നാണ്. ഞാനത് ആദ്യമേ പറഞ്ഞത്
സ്പീക്കറെയോ നിയമസഭാ സെക്രട്ടറിയെയോ വിമർശിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ അസഹിഷ്ണുതയോടുകൂടി ഞാൻ കാണുന്നില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ അത്തരം വിമർശനങ്ങളുള്ള അവസരമാണ്. അതുകൊണ്ട് ഞാനായിട്ട് അതിന് മുൻകൈ എടുക്കില്ല. അല്ല, ഞാൻ ഒരു അവകാശം എടുത്തിട്ടില്ല. ഓരോ അംഗങ്ങളുടെ പരാതി അടിസ്ഥാനമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം ജനങ്ങൾക്കിടയിൽ എത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ വിശദീകരണം കൂടി കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. 2018 നവീകരിക്കലുണ്ടായി. 1.8 കോടി മുടക്കിയിട്ട് കസേരകൾ വന്നു. ആ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ചെലവാണ്. ആ കസേരകൾ നമ്മളിപ്പോൾ 2020 ഉപയോഗിച്ചു. അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തി നോക്കിയാണ്. അവിടുത്തെ സ്റ്റേജ്, മറ്റേ ഈ നിലത്ത് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള വുഡൻ പാനൽ ചെയ്യാനൊക്കെ അതൊക്കെ കുറിച്ചുകൊണ്ട് അത് താൽക്കാലിക സമ്മേളനത്തിനോട് താൽക്കാലിക ഏർപ്പെടായിരുന്നു. നമ്മൾ താൽക്കാലികമായിട്ട് കൊണ്ടു കഴിച്ചു. നമ്മളാ ആളുകൾ കസേരകൾ വാങ്ങിച്ചു. ആ വാങ്ങിച്ച കസേരകൾ രണ്ടുപേരും സൂക്ഷിച്ചു. പണി നിയമപോലെ കിട്ടിയത്. സഭാ ടിവിയുടെ ചീഫ് കൺസൾട്ടന്റിന് ശമ്പളം കൊടുക്കുന്നില്ല. അദ്ദേഹം സൗജന്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെ ഈ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വരുന്ന ആളുകൾ താമസിക്കാൻ ഒരു ഗസ്റ്റ് ഹൗസ് സൗകര്യം ചെയ്ത് കൊടുക്കും. നമുക്ക് ഗസ്റ്റ് ഹൗസ് ഇല്ലാത്തതുണ്ട്. പിന്നെ നിയമസഭാ ഹോസ്റ്റൽ മുറികളൊന്നും ഇപ്പോൾ ഉപയോഗയോഗ്യമല്ല. നിയമസഭാ സാമാജികത തന്നെ മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ നിള ബ്ലോക്കിന് മുകളിൽ പണി തീരുന്ന ഒരു ബ്ലോക്കുണ്ട്. 18 പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മളെ സാമാജികരെ കൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സൗകര്യമില്ല. അതുകൊണ്ട് സഭാ ടിവിയുടെ ഭാഗമായി വരുന്ന അതിഥികൾക്കും ഷൂട്ടിംഗ് വരുന്നവർക്ക് താമസിക്കാൻ ഒരു ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ഒരു രൂപ പോലും ശമ്പളം കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു രൂപ കൊടുക്കുന്നില്ല. അല്ലല്ലോ, ലോക കേരള സഭ എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എല്ലാ കാരണങ്ങൾക്കും ഒരുപാട് നിൽക്കാൻ പറ്റില്ല. ഡെമോക്രസിയുടെ പുതിയ വിധാനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ പ്രവാസികളുടെ ഡെൻസിറ്റിയിലൊരു സമൂഹമാണ് കേരളം. അവർക്കെല്ലാം കേരളവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ടും ജീവിതവുമായിട്ടും ബന്ധപ്പെടണമെന്ന് ആഗ്രഹമാണ്. അതിനൊരു അവസരം വരും. അത് വളരെ ആവേശത്തോടെയാണ് ലോകത്തെല്ലാവരും സ്വീകരിച്ചത്. അവർ വന്ന് 2 ദിവസം നിയമസഭാംഗങ്ങളുടെയും ലോകസഭാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ, മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പറയും. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പറയും. അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ആ അനുഭവങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ള നോക്കും. ഇതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അത് ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ സമയമാണ്. ആ അനുഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ആദാന പ്രധാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ലോകം ഈ സാങ്കേതിക വിദ്യ വന്നതുകൊണ്ട് വളരെ ചെറുതായ പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെയൊക്കെ സൗകര്യം ഉപയോഗിക്കാൻ പറ്റും. അല്ല, ടെൻഡർ വിളിക്കാതെ കൊടുക്കാൻ അവർക്ക് ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. ഇവർ ഈ സ്ഥാപനം വിശ്വാസമായിട്ട് ഗവൺമെൻറ് അന്വേഷിക്കപ്പെട്ട സ്ഥാപനമാണ്. കോഴിക്കോട് കൊണ്ട് ടെൻഡർ കൊടുത്തിട്ടില്ല. ടെൻഡർ വിളിക്കാതെ കൊടുക്കാനുള്ള ഉത്തരവുള്ളത് കൊണ്ടാണ് കൊടുത്തത്. അങ്ങനെ എല്ലാവർക്കും ഉത്തരവില്ലല്ലോ. അത് ഇപ്പോൾ ഈ ഗവൺമെൻറ് കൊടുത്ത ഉത്തരവല്ലല്ലോ. എല്ലാ വശങ്ങളും പരിശോധിച്ച് തയ്യാറാക്കിയ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് ഞാനിട്ടല്ലോ. അതിലവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടുണ്ട്. ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടുണ്ട്. സംസ്ഥാനം നോക്കിയിട്ടുണ്ട്. ഈ 18 കോടി തിരിച്ചടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ലോകത്തെ അല്ല, അതാണ് പറഞ്ഞ NIC 100% കൊടുക്കും. ലോക സ്വർണ്ണം കിടപ്പൊന്നും ഉണ്ടായിട്ടില്ല. അത് നീമായതാണ്.
NRK's എമേർജിംഗ് എൻ്റർപ്രനേഴ്സ് മീറ്റാണ് അവിടെ സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടൊരു സമ്മേളനം ചേർന്നു. അത് തീർത്തും തെറ്റാണ്. ഞാൻ ഇന്നലെ തന്നെ എൻ്റെ കാര്യം വിശദീകരിച്ചു. നേരത്തെ ഒരു കട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള സഹായവും നമ്മുടെ ഭാഗത്തായിട്ടില്ല. ഒരിക്കൽ പോലും യാത്ര ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും വിദേശത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടില്ല. അത് ഞാൻ ഇന്നലെ വിശദീകരിക്കുന്നത്. അതിൽ തീർത്തും തെറ്റായ ആരോപണമാണ്. അതിപ്പം ഒരു അന്വേഷണ ഏജൻസിയുടെ മുൻപാകെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഏജൻസി അന്വേഷിച്ച് പുറത്തു വരുന്നതിന് ഞാൻ അതിനെക്കുറിച്ച് ഓഫ് ആൻഡ് ആയി കമൻറ്റുകളൊന്നും പറയുന്നില്ല. അല്ല, അവരുമായിട്ട് എനിക്ക് പരിചയമില്ലാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. അവർ ക്രിമിനൽ പശ്ചാത്തലം എനിക്കറിയില്ല. അവർ ഈ UAE കോൺസുലേറ്റിൻ്റെ ഫസ്റ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വരാറുണ്ട്. പല കാര്യങ്ങളും സംസാരിക്കും. ആ നിലയിൽ വളരെ പരിചിതമായ ഒരു മുഖമാണ്, നല്ല പരിചയമുള്ള സൗഹൃദം. അതിൽ ഇത്തരമൊരു പശ്ചാത്തലം നമുക്കറിയില്ല. ആ പശ്ചാത്തലം അറിഞ്ഞതിന് ശേഷമോ അത്തരം സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു സഹായവും ഒരു കാലം ഉണ്ടായിട്ടില്ല, എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിയമ നടപടികൾ ആലോചിക്കേണ്ടി വരും. പക്ഷെ അതിപ്പോൾ ചില ഏജൻസികൾ അന്വേഷിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഏജൻസികളുടെ അന്വേഷണത്തിൽ ഭാഗമായിട്ട് അവർക്ക് എന്താണ് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഒരു സാധാരണ പൗരനെ പോലെ പ്രത്യേകിച്ച് ഒരു ഇൻസുലേഷൻ ഇല്ലാതെ നൽകാൻ വേണ്ടിയാണ്. നിയമനടപടി പോയില്ല. അതെ, അതിപ്പോൾ രഹസ്യമൊഴിയുള്ള ഉള്ളടക്കം അദ്ദേഹത്തിന് കിട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ജനവിലയുന്നത് അല്ല. ഞാൻ പറയുന്നത് അത് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അവർക്ക് ആവശ്യമായ വിവരങ്ങൾ ചോദിക്കേണ്ട എന്തുകൊണ്ട് കൊടുക്കാൻ തയ്യാറാണ്. അതാണ് എനിക്കൊരു തരത്തിൽ ഇൻസുലേഷൻ ആവശ്യമില്ല. സാധാരണ ഒരു പൗരന് ലഭ്യമാകുന്ന നിലയിൽ എന്നിൽ നിന്ന് കിട്ടേണ്ട ഏത് കാര്യങ്ങളും പറയാൻ തയ്യാറാണ്. ബാക്കി ഈ പുറത്തു വന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണ്. ഞാനൊരു ഏജൻസിയും അങ്ങനെ രാഷ്ട്രീയമായ ആരോപണത്തിന് വിധേയമാക്കുന്നില്ല, വിമർശിക്കുന്നില്ല. ഒരു ഏജൻസിയിലും അവിശ്വാസത പറയുന്നില്ല. അല്ല, ആരോപണത്തിന് വിധേയമാകാൻ പാടില്ല. ആരോപിക്കുന്നൊരു കാര്യം വസ്തുതകളുമായി കുലബന്ധമില്ലാത്ത വ്യക്തിഹത്യ പോലെയുള്ള ആരോപണം ഉന്നയിക്കുന്നതിനെ കുറിച്ച് ഞാനതാണ് പറഞ്ഞു. ഇന്ത്യയിലെ അഭിമാനകരമായ ഒരു നിയമസഭയാണ്. അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് ഉത്തരം. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പറയാൻ കാരണം? നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഉത്തരം ഉണ്ട്. ആ ഉത്തരമാണ് ശരി. ഇല്ല, അത് ഉത്തരം നിങ്ങളെ മനസ്സിലുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞതിൻ്റെ പിന്നെ അദ്ദേഹം ദൈവത്തിൻ്റെ ദൈവമാണ്, എല്ലാവരുടെയും ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ പലതും പറഞ്ഞു. അല്ല, അത് ആലോചിക്കാം, നമ്മളോട് ആലോചിക്കാം. അത് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ മലപ്പുറത്താണ് വരുന്നത്. മലപ്പുറത്തും കോഴിക്കോടുള്ള ആളുകൾ ബഹുഭൂരിപക്ഷം ദുബായ്, അബുദാബിയിലും സൗദിയിലും. എൻ്റെ ഗ്രാമത്തിൽ 400 വീടുകളുണ്ട്. അതിൽ 368 ദുബായിലാണ്. ഇവർക്കെല്ലാം പല സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ ഉപദ്രവം എന്ന് പറയുന്നത് നിരന്തരമായ ക്ഷണം. ഞാൻ പോയ യാത്രകളിൽ 6 KMCC വിളിച്ചിട്ടാണ്. ഡോക്ടർ MK മുനീറിൻ്റെ ഷാർജ പ്രൊഫസർ പറഞ്ഞു,
ഈ നിരന്തരമായ 15-20 ക്ഷണം കിട്ടുമ്പോൾ രണ്ടെണ്ണം പോകും. 1. 2, എൻ്റെ സഹോദരനും അവിടെയാണ്. പലപ്പോഴും എൻ്റെ മാതാവ് അവിടെയാണ്. എൻ്റെ മകൾ ഇൻറ്റേൺഷിപ്പിന് അവിടെയാണ്. ഞാനൊഴികെ എൻ്റെ ഫാമിലിയോട് അവിടെ നിന്ന് എനിക്ക് ഇത്ര ക്ഷണം കിട്ടുന്നതിൽ സന്തോഷമാണ്. ഞാനപ്പോൾ പോകാറുണ്ട്. അതൊന്നും ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. അതെല്ലാം എംബസി അറിയിച്ചിട്ടും എല്ലാ നിയമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതെന്താണ് അറിയിക്കാൻ ഇവരെല്ലാവരും പോകുന്ന യാത്രയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കണം. എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കി യുക്തി. ഞാനറിയാം എന്താണ് എവിടെ നിന്ന് പറയാം. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കാൻ ശൂന്യതയിൽ നിന്ന് എങ്ങനെയാണ് പുകച്ചിലുകളും അത് പിന്നെ ഭൗതികമായ സഞ്ചാരത്തിലേക്ക് മാറുന്നത് മനസ്സിലാക്കാൻ എനിക്ക് സങ്കല്പത്തിൽ പോലും അറിയാത്തൊരു കാര്യമാണ്. അത് പിന്നെ എനിക്കതിൻ്റെ ലക്ഷണങ്ങളൊന്നും എൻ്റെ അടുത്തില്ല മിസ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അവരുമായിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നു. ഈ ഞെട്ടിപ്പിക്കുന്നതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്. കാരണം അത് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം കോൺസ്റ്റേറ്റ് ബസ് സെക്രട്ടറി എല്ലാ കാര്യങ്ങളും അവരെനിക്ക് സാധിക്കും. ചാർജസ് കിട്ടാൻ വന്നപ്പോൾ നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഡബിൾ വെരിഫിക്കേഷൻ ഇഷ്യൂ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡിൻ്റെ സമയത്ത് അവിടെയുള്ള അതായത് താമസിക്കാൻ സ്ഥലമില്ലാത്ത ഒരു പ്രശ്നം വന്നപ്പോൾ കോൺസ്റ്റേറ്റിൻ്റെ സഹായത്തിന് അത് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇതൊന്നും പൊളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാതെ പോയത് ഞാൻ ഒരു തരത്തിൽ പെശകാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ എല്ലാവരും ഒന്നും അന്വേഷിച്ചിട്ടല്ലോ ഇടപെടും. എന്തിനായിരുന്നു ഞാൻ ചെയ്തു. ശരി.